പോളിംഗ് ശതമാനം കേരളത്തിലെമ്പാടുമുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 9% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. തൃക്കാക്കര പ്രദേശത്തിലും കാര്യമായ കുറവ് വോട്ടിംഗ് പെർസെന്റേജിൽ. എറണാകുളത്ത് ഏകദേശം 12% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. തൃക്കാക്കരയിലും ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കിട്ടാവുന്ന ഭൂരിപക്ഷമായിരിക്കാം ഒരുപക്ഷെ. അതെല്ലാം വോട്ടിംഗ് പെർസെന്റേജ് വന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ LDFന്റെ കുറെ വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായ അനാലിസിസ്. LDFന്റെ വോട്ടുകൾ ഗണ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 68.7% എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടിംഗ് പെർസെന്റേജായി കാണിക്കുന്നത്. ഇനി ഒരു 15,000 വോട്ട് കൂടി പോസ്റ്റൽ ബാലറ്റ് മുതിർന്ന പൗരന്മാർ വോട്ട് ചെയ്ത് 85 വയസ്സിന് മുകളിലുള്ള ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തതും കൂടി കൂട്ടിയാൽ 70% എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 77% പോളിംഗ്. ഇത്തവണ അത് 70 എത്തും.